ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഡോമിനോസ് വഴി പരിചയപ്പെട്ട ആൾക്കാരാട്ടോ. ഇത് ഞങ്ങളെപ്പോഴും അങ്ങനെ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. വർഷത്തിലൊരിക്കൽ വല്ലതും ഇയർലി വൺസ് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാവരും കൂടെ കൂടി എവിടെയെങ്കിലും ഫുഡ് കഴിക്കുക അങ്ങനെ. കാര്യം എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ്. Happy birthday to you. Happy birthday to you. Happy birthday. Like me. Have a safe journey. Thank you. ഞാനിതെൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിവിടെ ഡോമിനോസിൽ ഡെലിവറി ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കറിയാവുന്ന ഈ ഡോമിനോസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ വേറെ ഫ്രാഞ്ചൈസി ലൊക്കേഷനിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഡെലിവറി ഡ്രൈവറായിട്ടും ഇൻസൈഡേഴ്സായിട്ടും ഒക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു ഒറ്റ ഒപ്പീനിയനാണ് ഈ പെർട്ടിക്കുലർ ലൊക്കേഷൻ, ഫാൻ ഷോ പാർക്ക് റോഡിലുള്ള ഈ പെർട്ടിക്കുലർ ഹൈഡ് പാർക്ക് ലൊക്കേഷനിൽ കിട്ടുന്ന അത്ര ഫ്രീഡം, കിട്ടുന്ന അത്ര ആ ഒരു ഹോംലി ഫീൽ വേറെ ഒരു ലൊക്കേഷനിലും കിട്ടത്തില്ല എന്ന് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു വർക്ക് പ്ലേസ് എന്നൊരു ഫീൽ ഇതുവരെ ഡോമിനോസിന് എനിക്ക് കിട്ടിയിട്ടില്ല. വെറുതെ ഒരു ടൈം പാസിന് വരുന്നു, വർക്ക് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, വീട്ടിൽ പോകുന്നു. ആ ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു ലൈഫായിരുന്നു ശരിക്കും ഡോമിനോസ്. ഇറ്റ് വാസ് ലൈക്ക് മൈ കംഫർട്ട് സോൺ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എനിവേസ്, അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഫ്രണ്ട് ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ നിന്നുകൊണ്ടിരുന്ന വീട്ടിൽ എൻ്റെ കൂടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിൽപ്പുണ്ടായിരുന്നു, ഹൗസ് മേറ്റ്സ്. അപ്പോൾ അവരും സെപ്പറേറ്റ് ആയിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറയണോ അതോ ഇപ്പോൾ സെൻഡ് ഓഫ് പാർട്ടി എന്ന് പറയണോ, അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവരോടൊരു ഫൈനൽ ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ട് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ്, അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്താണ് കാർ വാഷ്. അപ്പോൾ കാർ വാഷും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. ഡോണ്ട് സ്റ്റോപ്പ് ടോക്കിംഗ്, യു ക്യാൻ ടോക്ക്. ഓക്കെ, लैक्मे का तो वो भी करवा दिया, केक भी कटवा दिया उधर डोमिनोज में. ओह, फेयरवेल केक. हाँ, मैं नहीं था. എനിക്ക് തന്നെ നല്ല സർട്ടിഫിക്കറ്റ് തരുന്നു എന്നൊന്നും വിചാരിക്കരുത്. ഞാൻ ആകപ്പാടെ വൈൻ മാത്രമേ കുടിക്കാറുള്ളൂ. ഇതൊക്കെ പുറകിലിരിക്കുന്ന വാട്ടെവർ ഹോട്ട് സാധനങ്ങളൊക്കെ ബോയ്സ് സെക്ഷനാണ് കേട്ടോ. എനിവേസ്, എനിക്ക് വൈൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വൈൻ ടേസ്റ്റിംഗ് എനിക്ക് ഒത്തിരി ക്രേസ് ഉള്ളൊരു സാധനമാണ്. हाँ, खाना है. नॉइस. मैंने ये पानी पूरी नहीं बनाने वाली थी, फिर मुझे याद आया कि लैक्मे को पसंद है. पंकज को दही, ये दही वाला पसंद है. അപ്പോൾ ഗൈസ്, ഈ ദഹിപൂരി പാനിപൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഗുജറാത്തീസാണ് കേട്ടോ, ഈ രണ്ട് ഫ്രണ്ട്സ് ഉള്ളത്. അപ്പം ഇവർ അടിപൊളിയായിട്ട് നമ്മുടെ ഈ വെജിറ്റേറിയൻ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലപോലെ ഉണ്ടാക്കും. സ്പെഷ്യലി ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നല്ല ഒത്തൻറ്റിക് ആയിട്ട് നമ്മൾ എപ്പോഴും കഴിക്കാറില്ലല്ലോ. ഈ സാധനമൊക്കെ നമ്മൾ വല്ലപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്നതല്ലാണ്ട് ഒത്തൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഇവർ തന്നെ ഉണ്ടാക്കി കിട്ടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എപ്പോൾ ഇത് ഉണ്ടാക്കിയാലും, ഞങ്ങൾ നേരത്തെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എപ്പോൾ ഇത് ഉണ്ടാക്കിയാലും ഐ വാസ് ടു മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ലൈക്ക് കുറേ ഞാനെടുത്ത് കഴിക്കുമായിരുന്നു. അപ്പം നമ്മൾ നാട് വിട്ട് പോകുന്നത് കൊണ്ട് ഓബ്വിയസ്ലി എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുമല്ലോ. അങ്ങനെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് പുള്ളിക്കാരി അന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. പോവല്ലേ അവസാനമായിട്ട് കൊച്ചിന് നല്ല കുറേ ഫുഡ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ആൻഡ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പാർട്ട്മെൻറ്റ് മാറി താമസിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ജോളിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നിച്ച് ഫുഡ് കഴിക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക, പുള്ളിക്കാർ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഷെയർ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഇങ്ങനെ വൈനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കൂടുക, പാട്ട്, ഡാൻസ്, അങ്ങനത്തെ ഒരു വൈബായിരുന്നു ആ വീട്ടിൽ. എനിവേസ്, ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ചപ്പാത്തി ഇങ്ങനെ കഴിച്ച് തീർക്കുമ്പോഴും പുള്ളിക്കാരി ഓരോന്നോരോന്ന് പിന്നെയും പ്ലേറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് സഹി കെട്ട് അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വരേണ്ട വന്നു. आसमां को देख जमीन पर सर रखता हूँ, हर दुआ होगी कबूल मेरी, अपनी माँ से जो ममता रखता हूँ, कैसे झुक जाए सर मेरा, खून पसीने की कमाई करता हूँ. ये इजी टू अंडरस्टैंड. हाँ, क्योंकि ये मैंने हिंदी में ही लिखा हुआ है. एक्चुअली जो मैं हिंदी में लिखता हूँ ना वो अच्छे से चला जाता है. तो हिंदी इंग्लिश मिक्स वाला ना, तो मेरे को थोड़ी सी खुद से भी प्रॉब्लम हो जाती है बोलने में.
അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. സെയിങ് ബൈ ഈസ് ഓൾവേസ് ഹാർഡ് അല്ലേ, അതിപ്പോൾ ആർക്കാണെങ്കിലും. പിന്നെ ടെമ്പററി ആയിട്ടാണല്ലോ പോകുന്നത് എന്നൊരു സമാധാനമുണ്ട്. ഹലോ, സൂപ്പർ ടൈഡ് ടു മേക്ക് എ വീഡിയോ, ടു ബി ഓണസ്റ്റ്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ എഴുന്നേറ്റു, ജസ്റ്റ് ഹാഡ് എ കപ്പ് ഓഫ് ടീ. അത് കഴിഞ്ഞിട്ട് നേരെ പാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങി. ഒന്നും പറയാനില്ല, എനിക്ക് പാക്ക് ചെയ്യുന്ന ആർക്കാണ് ഇഷ്ടം സത്യം പറഞ്ഞാലേ. പാക്ക് ചെയ്തു, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായിരുന്നു മെയിൻ ഒരു പ്രശ്നം. ലൈക്ക് വെയിറ്റ് കൂടി കുറഞ്ഞൊരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവാണ്ടിരിക്കുകയായിരുന്നു. സോ അതെല്ലാം ശരിയാക്കി കഴിഞ്ഞ് പിന്നെ എല്ലാവരെയും കാണാൻ പോണായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോവുക, എല്ലാവരോടും ബൈ പറയുക, അങ്ങനത്തെ കുറെ പരിപാടികൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബിക്കോസ് വീഡിയോ എടുക്കുന്നത് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ലൈക്ക് എ ഹാബിറ്റ് ഫോർ മീ. ലൈക്ക് ഈ യൂട്യൂബ് ചെയ്യുന്നതും ഒക്കെ നമുക്കതൊരു ഹാബിറ്റായിട്ട് വന്നിട്ടില്ലല്ലോ. എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുന്നു എന്നല്ലാണ്ട്. സോ ദാറ്റ് വാസ് ദ പ്രോബ്ലം. ഞാൻ ഇന്ന് പാക്കിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് എനിക്കിന്ന് ഡോമിനോസിൽ പോകണമായിരുന്നു. ഡോമിനോസിൽ പെട്ടെന്നൊന്ന് പോയി. എന്നിട്ട് നേരെ ഞാൻ എൻ്റെ ഫ്രണ്ട് ടാനിയനെ കാണാൻ പോയി. ടാനിയ എൻ്റെ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്. കാനഡയിൽ വന്നപ്പോൾ ഉള്ള ആ ഒരു കാലഘട്ടം തൊട്ട് വന്നപ്പോൾ ഉള്ള ആ ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു ആളാണ്. ഞാൻ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. ഞാൻ മറന്നേ പോയി. ഞങ്ങൾ സംസാരിച്ച് വിശേഷം എല്ലാം പറഞ്ഞ് അത്യാവശ്യം കുറച്ച് നാൾ കഴിഞ്ഞിട്ടും കൂടിയാണ് കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആലോചിക്കുന്നത്, അയ്യോ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ടോബിനെ കാണാൻ പോയി. ടോബിൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ സ്കൂളിൽ നാട്ടില് ഞാൻ ക്രിസ്തുജ്യോതിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ചങ്ങനാശ്ശേരി. അപ്പൊ അവനെ കാണാൻ പോയി. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരുടെ നേരെ അലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അലക്സിനെ ഞങ്ങൾ സ്നേഹം കൊണ്ട് പൊട്ടേട്ടൻ എന്ന് വിളിക്കും കേട്ടോ. സോ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലുമൊക്കെ ഫ്യൂച്ചർ വീഡിയോസിൽ പൊട്ടേട്ടൻ എന്ന് പറയുമ്പോൾ ലൈക്ക് പെട്ടെന്ന് കത്തുമല്ലോ. ഇഫ് ഐ എം ടെലിംഗ് ഹിസ് നിക് നെയിം ടു. അലക്സിനെ കാണാൻ പോയി. അവിടുത്തെ അവന്റെ ഹൗസ് മേറ്റ്സ് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാരെയും കണ്ടു. നെവിൻ ഒരൽസ് അവന്റെ നിക് നെയിം നക്കി എന്ന് വിളിക്കുക അവനെ. സോ നെവിനെ കണ്ടു, കുഞ്ചനെ കണ്ടു, പിന്നെ ദിവ്യ, ജോൺ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ വീട്ടില്. അപ്പോൾ ജോണിനെ മാത്രം കാണാൻ പറ്റില്ല, ബാക്കി എല്ലാവരെയും കണ്ടു. ഞാൻ എന്ന് വീട്ടിൽ പോയാലും ജോൺ അവിടെ കാണുകയില്ല. അപ്പോൾ ഞാൻ ഇവർ ജയിലർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജയിലർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സിനിമയാണ്. എൻ്റെ ഒരു ആ ഇഷ്ടമില്ലാത്തൊരു ജാണറാണത്. ഫൈറ്റും കുറെ മാസും ആ കാറ്റഗറിയിൽ വരുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ നമ്മുടെ ദളപതി ഫിലിംസ് മാത്രം, വിജയ് ഫിലിംസ് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ, കുറെ മാസും ഫൈറ്റും ഒക്കെ ഉള്ളതായിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർക്കുന്നത് ഇതിന് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് കുറേ മ്യൂട്ട് ചെയ്യേണ്ട വന്നു. ഇവന്മാർ അതിൻ്റെ ഇടയ്ക്ക് കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. പക്ഷേ എനിവേസ് ഡ്യൂ ടു കോപ്പിറൈറ്റ് പ്രോബ്ലംസ് നമ്മളെല്ലാം മ്യൂട്ട് ചെയ്തു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ദിവ്യ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് അവിടെ മറ്റേ നമ്മുടെ ടോക്കീസ് ഇല്ലേ, ഒരു ചിപ്സ് കാറ്റഗറിയിൽ വരുന്നൊരു സാധനമാണ്. ഭയങ്കര ബ്ലൂ കളറിലായിരിക്കുന്നത്. അത് റിലീസായപ്പോൾ തൊട്ടേ പുള്ളിക്കാരിക്ക് ഇങ്ങനെ അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ തരുന്ന ഒരു രംഗമാണിത്. ക്യാമറയിലേക്ക് ടക്കി എടുത്തിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീര ചേച്ചിനെ കാണാൻ പോയി. മീര ചേച്ചിയെ കണ്ടപ്പോൾ ഞങ്ങളെ ഫ്ലൈറ്റിന്റെ കാര്യവും PR-ന്റെ കാര്യവും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. സമയം ഇവിടെ ഇപ്പോൾ 1 മണി കഴിഞ്ഞു രാത്രി. നാളെ ജൂൺ 16-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. എനിക്ക് നാളെയാണ് ഫ്ലൈറ്റ്. നാളെയാണ് ഞാൻ പോകുന്നത്. 12:45 ഫ്ലൈറ്റ്. സോ നാളെ അറ്റ്ലീസ്റ്റ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കാര്യം 2.5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് ബില്ലി ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ട്. അപ്പോൾ അവിടോട്ട് പോകണമെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട്. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെൻ അതൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ് മെയിൻ പരിപാടി.
ഇനിയിപ്പോൾ ഉള്ള 2 ദിവസം എന്തായാലും എനിക്ക് ഉറക്കമൊന്നും കിട്ടത്തില്ല. മൊത്തത്തിൽ ട്രാവലിങ് അത് ഇതൊക്കെ പറഞ്ഞു പോകും. ഭയങ്കര ടയേർഡായിട്ട് പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് എന്ത് പറയണം എന്നൊക്കെ ആലോചിച്ചിട്ട്, ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും പേര് പറഞ്ഞു, എല്ലാവരെയും എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞു, പെട്ടെന്ന് അവസാനിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബട്ട് എനിവേയ്സ്, അപ്പോൾ നാളെയാണ് എൻ്റെ ഫ്ലൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.